നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 568th day. Today, first skanda, 3rd chapter, 5th ശ്ലോകം. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 568ാം ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ പ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. ഏതന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാം ശാംശേന സൃജ്യന്തേ ദേവതിര്യൻ നരാദയാ. ഏതാന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാം ശാംശേന സൃജ്യന്തേ ദേവതിര്യൻ നരാദയാ. ഓം തത്സത്. ഏതത് നാനാവതാരാണാം നിധാനം അവ്യയം ബീജം. ബീജം അവ്യയം. ബീജം അവ്യയം. യസ്യാം ശാംശേന. യസ്യ അംശ അംശേന. യസ്യ അംശാംശേന ദേവതിര്യൻ നരാദയ സൃജ്യന്തേ. അതായത് ഏതന്നാനാവതാരാണാം. ഏതത് നാനാവതാരാണാം നിധാനം ബീജം അവ്യയം യസ്യ അംശാംശേന സൃജ്യന്തേ ദേവതിര്യൻ നരാദയ. ഏത് ആദിനാരായണ രൂപത്തിൻ്റെ അനേക അവതാരങ്ങളുടെ ബീജം ഇരിപ്പിടമായിട്ടുള്ള, നിദാനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം, അവ്യയം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, ബീജം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിസ്ഥാനം. ഏത് നാനാവതാരങ്ങളുടെയും ഉൽപ്പത്തിസ്ഥാനമായിട്ടുള്ള യസ്യ യാതൊരുവൻ്റെ അംശാംശം കൊണ്ട് ദേവതിര്യൻ നരാദയ ദേവന്മാരും തിര്യക്കുകളും മനുഷ്യരും ആയുള്ളവരെ സൃജ്യന്തേ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം, പദം പിരിച്ചിട്ടുള്ള. ഈ ആദിനാരായണ രൂപം അനേക അവതാരങ്ങളുടെ ഇരിപ്പിടവും എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനവും ഏത് കാലത്തും നശിക്കാത്തതും ആയിട്ടുള്ള ബീജമാകുന്നു ആ ഭഗവാനാണ് ആദിയായിട്ടുള്ള ഒരേ ഒരു ഇത്. ഈ ഭഗവാന്റെ അംശഭൂതങ്ങളെ കൊണ്ടാണ്, അംശഭൂതമായിട്ടുള്ള ബ്രഹ്മാവിൽ നിന്നുമാണ് എല്ലാ ദേവന്മാരും മനുഷ്യരും തിര്യക്കുകളും മരീചി മുതലായ ബ്രഹ്മാവിൽ നിന്നുണ്ടായ പ്രജാപതിയിൽ നിന്നാണ് ഈ എല്ലാ പ്രാണിവർഗങ്ങളും ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ വിരാട് സ്വരൂപത്തെ വർണ്ണിക്കുകയാണിവിടെ. എല്ലാറ്റിൻ്റെയും ആദിസ്വരൂപമായിട്ടുള്ള ആ ബീജത്തിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടായി. ആ ബ്രഹ്മാവ് പ്രജാപതികളെ സൃഷ്ടിച്ചു. ആ പ്രജാപതികളിൽ നിന്നും ഈ ലോകത്ത് കാണുന്ന സർവ്വ ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശ്ലോകം ഒരിക്കൽ കൂടി. ഏതന്നാനാവതാരാണാം നിധാനം ഓം തത്സത്. ഏതന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാം ശാംശേന ദേവതിര്യൻ നരാദയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ.
താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.